ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി 6ക്ക്. നീ 6ാം ക്ലാസ്സിലോട്ടോ? ഈ സ്കിറ്റ് കഴിഞ്ഞാൽ നേരെ 6ാം ക്ലാസ്സിലോട്ട് പോവാണ്. അടുത്ത സ്കൂള് തുറക്കുമ്പോ. നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ചേച്ചി പറഞ്ഞ തമാശ അവിടെ കിടന്ന് അളിയുന്നു. എടാ അവനാണോ നീ? കൊറേ നേരമായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നല്ലോ, അതെന്ത് പറ്റി? പുറത്ത് നിൽക്കുകയായിരുന്നല്ലോ എന്ന്, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, താങ്ക് യു. ചേച്ചി പറഞ്ഞ തമാശ അവിടെ കിടന്ന് അളിയുന്നു. ആ നീ എല്ലാ പേക്ഷ ഏത് പരിപാടി വെച്ചാലും നീ വരുന്നുണ്ടല്ലേ? ഞാനും നീ മാത്രമേ ഉള്ളൂ 2 പരിപാടി. എടാ അത് നീയാണല്ലേ? ആ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. കുറച്ചേരം ഇവിടെ ഇരിക്കുന്നോ? വളർന്നു വരുമ്പോ ഒരു പിഷാരടിയാവും. എന്താ അതിനെന്താ പറയാനുള്ളേ? കുറച്ചേന് കൊടുക്കാം നമുക്ക്. വഴിയേ വരും. എടാ നീ അത് ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ. നീ ഇച്ചിരി വലുതായ പോലെ തോന്നുന്നു എനിക്ക്. ഞാനും വെക്കേഷൻ ആയിട്ട് ഓടി കളിക്കുകയൊക്കെ ചെയ്തിട്ടേ. പക്ഷെ എനിക്ക് ഇവന്നെ 6ാം ക്ലാസ്സിലോട്ടാന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിമ്ര ഫാത്തിമ ഏത് ക്ലാസ്സിലാ? 2ാം ക്ലാസ്സിൽ. 2ാം ക്ലാസ്സില് നോക്കി. 2ാം ക്ലാസ്സും 6ാം ക്ലാസ്സും ഒരുപോലെ ഉണ്ട്. അവൻ പക്ഷെ വലിയ നർത്തകനവൻ. ആണോ? അവൻ സൂപ്പർ ഡാൻസർ ആണ്. അവൻ മിമിക്രി കാണിക്കും, അവൻ സ്കിറ്റ് കളിക്കും. നോക്കി കണ്ടു. നിമ്ര ഫാത്തിമയുടെ വീട് എവിടെയാ? ആലുവ. ആഹാ. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? വാപ്പി കാക്കനാട് സെസ് ഹോട്ടൽ അടുത്തുനിന്ന്. കാക്കനാട് സെസിന്റെ ഉള്ളില് 8ാം നിലയില്. ഉമ്മി തയ്ക്കാണ്. അപ്പൊ എന്റെ ചോദ്യം, വാപ്പി ഹോട്ടൽ നടത്തുമ്പോ വാപ്പി ഇടയ്ക്ക് ഹോട്ടൽ അടച്ചിട്ട് വരുമ്പോ ഹോട്ടലിൽ നിന്ന് നല്ല തിന്നാൻ പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ടോ? നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കാറുണ്ടോ? എന്താ ചെയ്യാറ്? ഇടക്കിടക്കൊക്കെ വാപ്പി ബാക്കി വരുമ്പോ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാറുണ്ട്. എന്താ ഈ പൊറോട്ട, ചിക്കൻ കറി അങ്ങനെയൊക്കെ കൊണ്ടുവരാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആ സെസ്സിൽ 8ാം നിലയിൽ പോയിട്ട് ഞാൻ നിമ്ര ഫാത്തിമയുടെ ഫ്രണ്ടാണ്, എനിക്ക് 2 പൊറോട്ടയും 1 ബീഫും കുറച്ച് ചാറും ഒക്കെ തരുമോന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് തരുമോ അതോ പൈസ മേടിക്കുവോ? അത് വാപ്പിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ വാപ്പിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ മേടിക്കും. എന്നാലും നിമ്മറയുടെ ഒരു കത്തും കൊണ്ട് പോയാലും ഒന്ന് കുറച്ചു തരാൻ പറയും. ഒരു തവണ മതി, ഞാൻ എപ്പോഴും പോവില്ല. ഞാനും ഈ ചേച്ചിയും കൂടെ പൊക്കോളാം. നിമ്മറ തന്നെ ഉമ്മാടെ കത്തും കൊണ്ടാ പോണം. എന്നിട്ടാ വാപ്പ പൊറോട്ട കൊടുക്കുന്നു. അപ്പോഴാ നീ ഒരു പ്രാവശ്യം 2 പൊറോട്ട 1 ബീഫും അത്രയും ചോദിക്കുന്നുള്ളൂ. പൈസ മേടിക്കാതെ സാധാരണ നിങ്ങള് കടയിൽ പോകുമ്പോ എന്താ ഈ പൊറോട്ടയും ചിക്കൻ കറി മേടിച്ചു ചോദിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാധാരണ നിങ്ങൾ സ്കൂളിൽ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്, ഇവിടെ പൈസ തരുന്നില്ലേ? പൈസ വേണ്ടാതെ പോകാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തരണം, ഞങ്ങൾക്ക് ഒന്നും തരില്ല അല്ലേ? ഒരു കാര്യം പറയട്ടെ, ഇതൊരു പരിപാടിയാണ്. അപ്പൊ പരിപാടിന്റെ എന്താ നിയമങ്ങൾ വെച്ചല്ലേ? അല്ല, അതൊരു ഹോട്ടലാണ്. ഹോട്ടലിൽ പരിചയക്കാരി വരുമ്പോ ഒരു ചെറിയ ഭക്ഷണം തരണ്ടേ? നമ്മള് നിങ്ങളുടെ വീട്ടിൽ വന്ന ചായയും പൊറോട്ടയും തരും, അതിന് പൈസ തരാറുണ്ടോ? അതുപോലെയാണോ കട? എന്റെ വീട്ടിൽ വന്നിട്ട് പലവരും എന്താ ഈ ചിക്കൻ കറി ചോദിച്ചിട്ടുണ്ട്. പൈസ തരാതെ ഞാൻ കൊടുക്കൂല. പൈസ ഒരു ബഹുവാക്ക് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല തരും. ഞാൻ ഈ മെട്രോ സ്റ്റേഷന്റെ അടുത്ത് ഇങ്ങനെ പാവങ്ങളൊക്കെ നിക്കുമ്പോ അതിന് ഈ പൈസ കിട്ടുകൊടുക്കാറുണ്ട്. അതായത് നാളെ മുതൽ ഇവൻ അങ്ങനെ പോയി നിന്നാ കിട്ടും 2 പൊറോട്ട ബീഫ് കറി മെട്രോ സ്റ്റേഷൻ. മോനെ, അവൻ ആ വാതിക്കെ നിക്കുന്ന പോലെ ഞാൻ നിന്നാ മതിയോ മെട്രോ സ്റ്റേഷന്റെ അടുത്ത്? എനിക്ക് ഒരു 2 മെട്രോ സ്റ്റേഷന്റെ അടുത്ത് നിക്കണവരിന്റെ ഈ പാവം തോന്നിട്ട് ഞാൻ 10-20 എടുത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, എനിക്കൊരു 2 പൊറോട്ട കഴിച്ചിട്ട് ബീഫും ഫ്രീ ആയിട്ട് തരുന്നില്ല എന്ന് തന്നെ. ഞാൻ 20 ഇല്ലെങ്കിൽ 10 അത്ര കൊടുക്കാറുള്ളൂ. ഈ 2 പൊറോട്ടയ്ക്കും ഇച്ചിരി ചാറിനും അതിൽ കൂടുതൽ പൈസ ആവുമോ? 30 രൂപേനെക്കാട്ടും കൂടുതലാവും 2 പൊറോട്ടയും ബീഫിനും. 2 പൊറോട്ട 20 രൂപ. അല്ല, ഇനി ബീഫ് ഒഴിവാക്കി ഇച്ചിരി ചാറ്. 2 പൊറോട്ട 20 രൂപ. ചാറ് സാമ്പാർ, ഉച്ചത്തെ സാമ്പാർ തന്നാലേ മതി. സാമ്പാറും പൊറോട്ട എന്ത് ടേസ്റ്റാന്നറിയോ കുഴച്ച് തന്നെ. ഇവൻ ചാറ് ബുക്കി നക്കിക്കോളും. സാമ്പാറും പൊറോട്ടയും അവക്ക് തന്നെ ആലോചിച്ചിട്ട്. സാമ്പാറും പൊറോട്ടയും നല്ലതാ. അതുപോലെ മോനെ, അതുപോലെ ലഡുവും ചമ്മന്തിയും എന്ത് ടേസ്റ്റാന്നറിയാമോ? നല്ലതാണ്. അല്ല, പിന്നെ പച്ചമുട്ടയും വാളംപുളിയും പാറ്റയും പഴുതാരയും കഴിക്കാൻ കൊള്ളില്ല, അത് വീണ എടുത്ത് കളയണം. ഉദ്ദേശിച്ചത് കഴിക്കാൻ നല്ലതാണെന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, അവലോസുണ്ടേ മത്തിക്കറി. അയ്യോ, അത് സൂപ്പർ അല്ലേ? പഴംപൊരിയും ചിക്കൻ കറിയും. ഇത് തരണ്ടേ? നിന്റെ കൂട്ടുകാരത്തി ഒന്നും തന്നില്ലല്ലോ. ഞാൻ കളിയിലില്ല.
ഞാൻ ഈ കളിയിലില്ല. ഉണ്ടായിട്ട് അതിൽ ഒരു കെട്ട് പൈസ എടുക്കാനാണ് എന്താ ഇത് ബുദ്ധിമുട്ട്. അതിൽ ഒരു കെട്ട് അങ്ങനെ പൈസ എടുത്തോ? മോളെ അത് എന്റെ അല്ല, ആ പൊറോട്ട എന്റെ അല്ല, ഈ പൈസ എന്റെ അല്ല. ഒന്നിക്ക് മോള് പൊറോട്ട ഫ്രീതാ, അല്ലെ മനോരമ ഇച്ചിരി പൈസ ഫ്രീതാ. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യേ. രണ്ട് നടക്കണ കോള് കാണാനില്ല. നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. ഇവരിപ്പോ ഇത് കളിച്ചു കഴിഞ്ഞ് കുറച്ച് പൈസ അവർക്ക് കിട്ടുമല്ലോ എന്തായാലും. ആ അതിൽ നിന്ന് നിനക്കൊരു 10,000 രൂപ വന്നാൽ മതി. അപ്പൊ ഞങ്ങക്ക് ഉണ്ടാവില്ല. അതിനകത്തുനിന്ന് ഒരു പൊറോട്ട ചിക്കൻ. അല്ല 10,000 വേണ്ട, അതിനകത്ത് പൊറോട്ടയും ചിക്കനും അപ്പൊ കഴിക്കാനുള്ള. ഞങ്ങക്ക് ഉണ്ടാവില്ലല്ലോ. ഒരു പൊറോട്ട ചിക്കന് 10,000 ഇത്ര കഷ്ടപ്പെട്ട് എന്താ പഠിച്ചു വന്നിട്ട് പൈസ തരൂല പോലും. അയ്യോ പൈസ തരും, നിങ്ങൾക്ക് പൈസ തരും. അതിന്റെ അകത്തുനിന്ന് നമ്മളൊരാൾ ഇത്രയും ഒരാൾ കെഞ്ചിയതല്ലേ, ഇത്രയും ഒരു വലിയ കലാകാരനല്ലേ അയാള്. അത് നേരത്തെ പറഞ്ഞു 30 രൂപയുള്ളെന്ന്. ആ വലിയ കലാകാരനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മോയെ മോയെ വീണ്ടും മോയെ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞാൻ അവിടെ പൊറോട്ട പറഞ്ഞോണ്ടിരുന്നതല്ലേ. എനിക്ക് വലിയ കലാകാരനായിട്ട് തോന്നിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പൈസയും കൊടുക്കൂല. അത്ര ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ ചേട്ടൻ വലിയ കലാകാരനായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് നിങ്ങൾ അത് ആരാന്നൊന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്ക് ജനാർദ്ദനാവും, നീ ആളെ പഠിപ്പിച്ചിട്ടാണ് ജനാർദ്ദനാവും. ഇടയ്ക്ക് ജനാർദ്ദനാവും, പിന്നെ വേറെ ക്യാരക്ടർ ആവും. അങ്ങനെയൊക്കെ. അല്ല മോളെ, ആ ചേട്ടൻ വലിയ കലാകാരനാണോ? ഏത്? ഈ ഇരിക്കുന്ന ചേട്ടൻ. ഒന്നും പറഞ്ഞില്ലാലും വേണ്ട, അവമാനിക്കാതിരുന്നാ മതി. ഞാൻ ജീവിച്ചു നോക്കണം ഒരു സൈഡിൽ കൂടെ. എനിക്ക് പൊറോട്ട വേണ്ട, ബീഫും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ പൈസ തന്നിട്ട് ഞാനും ഒഴിവായി. നല്ല ആളോടാണ് ചേട്ടൻ 2 പൊറോട്ട തരുമോന്ന് ചോദിച്ചത്. എനിക്ക് പൊറോട്ട വേണ്ട. വേണ്ട. ആ, അതാ നല്ലത്. അല്ലെങ്കിലും തരൂല. ഇന്നത്തേക്കുള്ള പൊറോട്ട ബീഫ് ഒരു കാര്യം ചെയ്യ്. ആ നീ പറയടാ Please. മോനെ, നമ്മള് കലാകാരന്മാരുടെ Yeah, വിഷമം ഇവർക്ക് yeah. അറിയില്ലടാ. ആദ്യം ഒരു കാര്യം ചെയ്യാം. ഏട്ടന്റെ പ്ലേറ്റ് സ്വന്തമായിട്ട് കഴുകി വെക്കാറില്ലേ? ആ അതേപോലെ 2 പേരുടെ പ്ലേറ്റും കൂടി എക്സ്ട്രാ കഴുകിയാൽ മതി. പ്രശ്നം തീർന്നു. രണ്ട് പാത്രം കഴുകി കൊടുത്ത അവളുടെ വാപ്പ നമുക്ക് പൊറോട്ട ഇത് ഇവിടെ കൊണ്ട് നിക്കൂല. നിക്കിയല്ല. 2 പാത്രം കഴുകി തന്നാ തരുമോ പൊറോട്ട? അത് വാപ്പിന്റെ സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം വരും ബാപ്പിയെ കൊണ്ടുവരണം കേട്ടോ. അതങ്ങനെ ബാപ്പിയെ കൊണ്ടുവരണം. വാപ്പിന്റെ കട ലീവ് ആവൂലേ? അത് കുഴപ്പമില്ല, ബാപ്പി അപ്പം ഫേമസ് ആവൂലേ. അത് ശരി. വാപ്പിന്റെ കട പോയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ ഇക്ക കലാകാരനല്ലാതെ അവിടെ വാപ്പിന്റെ നോക്കിക്കോ. ജോലി പോയാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇയാളൊന്നും കലാകാരനല്ലെന്നേ. അല്ല, നിങ്ങളുടെ ജോലി പോയാൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവൂലേ? പിന്നെ ആ, അതേപോലെ എന്റെ വാപ്പിന്റെ ജോലി പോയാലും എന്റെ വാപ്പിക്ക് വിഷമം ഉണ്ടാവും. എന്താണ് മോനെ നീ പറഞ്ഞത്? നന്മയുള്ള ലോകം. അതെല്ലാം മറന്നേക്കോ. ആ പൊറോട്ടയും ബീഫ് കറി എല്ലാം മാച്ചേക്കോ. നമ്മളിങ്ങനെ കളിക്കുന്ന ഐറ്റം മാത്രം മനസ്സിൽ. എനിക്ക് തോന്നല്ലോ പിഷാടിച്ചിട്ട് 1 മാസത്തേക്ക് ഇനി ബീഫ് വരുന്നു. Ready. Set. എനിക്ക് ബമ്പർ തന്നാ ഞാൻ ചിക്കൻ കറി മുട്ട ഇല്ല, ഇനിയില്ല. ഇനി ഓഫറൊക്കെ പിൻവലിച്ചു. ഓക്കെ, കലാകാരെ കൊടുക്കൂ.